എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ ലോകം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലുള്ള ന്യൂസുകളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. പലയിടത്തും പല ദാരുണമായ സംഭവങ്ങളും ഉണ്ടായി. ഇതാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു, ചിലത് മറ്റു ചില തീവ്രവാദത്തിൻ്റെ ഭാഗങ്ങളായി ഉണ്ടാകുന്നു. അങ്ങനെ 100% സമാധാനം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്ന് കടന്നെത്തിയാൽ ഇവിടെയും നല്ലൊരു അന്തരീക്ഷമല്ല നമുക്ക് ലഭ്യമാകുന്നത്. ഈവൻ വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ കുഞ്ഞു കേരളവും കടന്നു പോകുന്നത്. ഒപ്പം ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതും വളരെ ശോചനീയമായ അവസ്ഥയാണ്. അതായത് പലരും ജാതിയുടെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും അതിനുള്ള സപ്പോർട്ട് ഭരണപക്ഷത്തിൽ നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള റിപ്പോർട്ട് നാം അറിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുമാണ്. അമേരിക്കൻ പത്രങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. ഇത് ഒരു കാലത്തും നമുക്ക് ഉണ്ടായിട്ടുള്ളവ അല്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും ഇന്ത്യയെക്കുറിച്ച് മോശമായ തെറ്റായ ധാരണകൾ നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. ഇത് കാരണം ഇന്ത്യയിൽ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും അതൊരു വലിയൊരു ഭീഷണിയായി മാറുന്നു. സോ ഭരണാധികാരികളും കേരളത്തിലുള്ളതിനും ഇന്ത്യയിലുള്ള ഭരണാധികാരികൾ ദയവ് ചെയ്ത് ഈ രാജ്യത്തെ സോമാലിയ പോലെയോ മറ്റോ ഈ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കുക. ജുഡീഷ്യറിക്കും മറ്റു പല സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. തിരഞ്ഞെടുപ്പുകൾ സത്യസന്ധമായി നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പല സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് നിർത്തുക. അർഹിക്കുന്ന വോട്ടുകൾ ഇല്ലാതാക്കാൻ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾ അതിനൊരു അവസാനം കൊടുക്കുക. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് കാണിച്ചാലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് പാവം ജനങ്ങളാണ്. നാം ലോകത്തിൻ്റെ മുന്നിൽ ശക്തിമാന്മാരാണ്. പല പരീക്ഷണങ്ങൾ നടത്തുന്നു. നമുക്ക് എല്ലാ കഴിവുമുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യം നമ്പർ 1 എന്നൊക്കെ നാം എന്ത് യാഥാർത്ഥ്യത ചെയ്താലും ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏത് ഭരണാധിപന്മാർക്കും സമാധാനമായി അവർക്ക് ഇവിടെ ഭരണം നടത്താൻ സാധിക്കില്ല. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാതിരിക്കുക. മണിപ്പവറും മറ്റു പവറുകളും ഉപയോഗിച്ച് ഈ രാജ്യത്തെ ശിഥിലീകരിക്കാൻ ഭരണാധിപന്മാർ തന്നെ ശ്രമിക്കുന്നത് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് രാജ്യം ചെന്നെത്തുകയുള്ളൂ. ശേഷനെ പോലെ കഴിവുള്ള ഒരു ഇലക്ഷൻ കമ്മീഷണർമാരായിരുന്നു നമുക്ക് ഇന്ത്യക്ക് വേണ്ടത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിന് വേണ്ടിയല്ല, ആരെങ്കിലും പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ. എന്തായിരുന്നാലും ഇത് രാജ്യത്തിന് വളരെ ഭീഷണിയാണ്, അപകടകരമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും മാറി ചിന്തിക്കുക. കേരളത്തിലാണെങ്കിൽ ഭഗവാന്റെ സ്വത്ത് വരെ അടിച്ചു മാറ്റാൻ മടിക്കാത്തവർ, അതിൽ കുറച്ചുപേർ ജയിലിൽ കിടക്കുന്നു. അവരെ ന്യായീകരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഭരണകൂടമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് ഭരണാധിപന്മാരോടും രാഷ്ട്രീയക്കാരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ: നിങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക. ഇത് പുതുവർഷമാണ്. കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും
പിടിവാശികളും ഇതൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. കൂടുതലായി ഒന്നും ഈ സാഹചര്യത്തിൽ പറയാൻ നല്ല കാര്യങ്ങളൊന്നും തന്നെയില്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.